ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയ സർക്കാർ നടപടിക്കെതിരെ കുംഭമേള വൈറൽ പെൺകുട്ടി മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു. ജനന സർട്ടിഫിക്കറ്റ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയും ഭർത്താവുമാണ് ഹർജി നൽകിയത്. അന്വേഷണത്തിന്റെ പേരിൽ മധ്യപ്രദേശ് പോലീസ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. തൗഫീഖ് അസ്ലം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തൗഫീഖ്, ഏത് സാഹചര്യത്തിലാണ് പെൺകുട്ടി ഇപ്പോൾ മധ്യപ്രദേശ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഹർജിയിലെ ആവശ്യം? വിനിഷ, ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയ സർക്കാർ നടപടിക്കെതിരെയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പെൺകുട്ടിയും ഭർത്താവും ഒരുമിച്ചാണ് ഇത്തരമൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റ് പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തിയാണ് വിവാഹം നടത്തിയത് എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുക്കുകയും പിന്നീട് ഈ നടപടികളിലേക്ക് ഉൾപ്പെടെ പോവുകയും ചെയ്തത്. എന്നാൽ തനിക്ക് 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണ് എന്നുള്ള നിലപാടിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഗീയ പ്രേരണയുള്ള നടപടികളിൽ അന്വേഷണം വേണമെന്ന് കൂടി ഒരു ആവശ്യം ഇപ്പോൾ ഇവർ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിന്റെ പേര് മധ്യപ്രദേശ് പോലീസ് നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തന്നെയും ഭർത്താവിനെയും നിരന്തരം ബുദ്ധിമുട്ടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ശല്യം ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് കോടതിയുടെ ഭാഗത്തുകൊണ്ട് ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം കേരളത്തിൽ സമാധാനമായി ജീവിക്കാൻ മധ്യപ്രദേശ് പോലീസ് അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണവും കൂടി കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. കേരളത്തിലാണ് താമസിക്കുന്നത്, അവിടെ സമാധാനപരമായി താമസിക്കാനുള്ള ഒരു സൗകര്യം അവർ കോടതിയുടെ ഭാഗത്തുകൊണ്ട് ഇടപെടൽ ഉണ്ടാകണം. കാരണം പോലീസ് നിരന്തരം ചോദ്യം ചെയ്യലിനും മറ്റുമായിട്ട് കേരളത്തിലെത്തി തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുകൂടി ഹർജിയിൽ പറയുന്നുണ്ട്. ഉടൻ തന്നെ മധ്യപ്രദേശ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.